എന്തോ കുഴപ്പമുണ്ട് അവിടെ. പോകാൻ വേണ്ടി റെഡിയായതാ കുളിച്ച്. അപ്പം മറ്റേ അൻസാർക്ക വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനും. എന്നിട്ട് പുറത്തോട്ട് അങ്ങോട്ട് പോയി. പുറത്തു കൊണ്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായില്ല. എടാ എനിക്ക് ഒരു സംശയം. ഇപ്പൊ ഫോൺ വന്നപ്പോഴത്തേനും അപ്പുക്കുട്ടൻ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നു. നീ അപ്പുക്കുട്ടൻ മറ്റേ പഴയ ആളല്ലേ? അത് തന്നെ. അപ്പൊ ആ DDT പാർട്ടി ആയിട്ടാണോ ലയിക്കുന്നത് സംശയം. അതാണോ ടെൻഷൻ? ചിലപ്പോ ആയിരിക്കും കേട്ടാ. ഇത് രണ്ടും ലയിക്കാൻ പോണ അതല്ലേ യവന്റെ പാർട്ടി ഒരു ഓട്ടോ പാർട്ടി അല്ലേ? യവന്മാരെ പാർട്ടി ആകെ 4 പേരിലൂടെ ഉണ്ട്. ഒന്ന് യവൻ, ഒന്ന് അൻസാർ, ഒന്ന് നടരാജ്. ഇവർ 3 പേര് ബാക്കി ഇരിക്കും. മുമ്പ് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ ആര്? തരങ്ങൻ സാർ. അതാണ് ഓട്ടോ പാർട്ടി. ക്ലീറ്റോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവും. നിങ്ങൾ ആ DDT പാർട്ടി ആയിട്ടാണോ ലയിക്കാൻ പോകുന്നത്? ഇപ്പൊ ലയിക്കാൻ തന്നിരിക്കണടി. അത് ഓൾറെഡി രക്തത്തിൽ ലയിച്ചിരിക്കല്ലേ. അതാടാ DDT പാർട്ടിയായിട്ട് തന്നെ ലയിക്കാൻ പോണത്. പക്ഷെ അതിന് ക്ലീറ്റസ് ജീവനോട് ഇരിക്കുമ്പോ നടക്കാൻ സമ്മതിക്കില്ല. എടാ നീ 2 ഉണക്ക പാർട്ടിയും കണ്ടിട്ടാണ് എന്നെ കൊണ്ട് നീ സല്യൂട്ട് അടിപ്പിക്കുന്നു പറഞ്ഞത്? ആണോ? എടാ നിന്നെ കൊണ്ട് സല്യൂട്ട് അടിപ്പിക്കുന്നു പറയാം. അത് ഞാൻ അടിപ്പിക്കും. അതിന് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആദ്യം പോയിട്ട് അപ്പുക്കുട്ടൻ സല്യൂട്ട് അടി. ഞാൻ ഇവിടെ എന്തുണ്ടാക്കണം? ഇത് ഞങ്ങളുടെ പാർട്ടി പ്രശ്നം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് ഇവ ഇടപെടണ്ട. ഓ അമാർക്കറിയാത്ത കാര്യമല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും നേതാവേ? നാളെ മുതൽ നമ്മൾ അപ്പുക്കുട്ടന് വേണ്ടി കൊടി പിടിക്കേണ്ടി വരുമോ? അപ്പുക്കുട്ടനല്ല, അപ്പുക്കുട്ടൻ സാർ. നീ വന്നേ.